ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പാലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ പൂ പോലുള്ള ഈ പാലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴുകിയെടുത്തതാണ്. പിന്നെ വേണ്ടത് ഈസ്റ്റാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഈസ്റ്റിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താലേ ഇത് നല്ലവണ്ണം ആക്റ്റീവായി കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. 5 മിനിറ്റിന് ശേഷം എടുത്താൽ മതി. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു തേങ്ങയാണ് ചിരവി എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള തേങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ചിരവിയ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റിന്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ് അരിയിലേക്ക് ചേർത്ത് അരച്ചെടുത്താൽ മതി. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം. എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇനി നമ്മൾ ഏതിലാണോ ഇത് പൊങ്ങാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 4 മണിക്കൂർ സമയത്തേക്ക് മാത്രമാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ. അപ്പോഴേക്കും ഞാൻ അപ്പം ചുട്ടെടുക്കും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഇത് വേണ്ടത്. ദോശമാവിനെക്കാട്ടിലും ലൂസ് കൺസിസ്റ്റൻസി. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഒരു തവി മാവ് നമുക്ക് എടുക്കാം. എന്നിട്ട് അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കപ്പി കാച്ചണം. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഒരു തവി മാവ് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ കുട്ടികൾക്ക് പൊടിയൊക്കെ കുറുക്കിയെടുക്കുന്ന പോലെ തന്നെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഇത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുറുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മളിത് കുറുക്കിയെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം എടുക്കാം. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഈ പരുവത്തിൽ നമ്മൾ അപ്പത്തിന്റെ മിക്സിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അത് നന്നായി മിക്സ് ആവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. തണുത്തതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പാലപ്പത്തിന്റെ മിക്സിൽ നിന്നും ഒരു 2 തവി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാലപ്പത്തിന്റെ മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായി മിക്സായി വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഒന്നും കൂടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായി യോജിച്ച് വന്നോട്ടെ. അപ്പോൾ നമ്മുടെ പാലപ്പത്തിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു 4 മണിക്കൂർ സമയത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇതിൽ ഈസ്റ്റ് ആക്റ്റീവായി ഇത് പൊങ്ങി വന്നോളും. അപ്പൊ ഇത് അടച്ചു വെച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പൊ 4 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവർ മിക്സ് ചെയ്യരുത്. അപ്പൊ നമ്മുടെ പാലപ്പത്തിന്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ രാത്രിയാണ് പാലപ്പത്തിന്റെ മിക്സ് ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ വലിയൊരു പാത്രത്തിൽ മിക്സ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും മിക്സ് ഒക്കെ പൊങ്ങിപ്പോയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. അപ്പൊ ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1.25 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഫ്ലവർ ഷേപ്പിലാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ 4 ഭാഗത്തേക്ക് ഒന്നിങ്ങനെ മാവ് ചുറ്റിച്ചാൽ മതി. പിന്നെ ഇതിന്റെ അരികിലേക്കും കൂടി ഒന്നിങ്ങനെ ചുറ്റിക്കുക. അപ്പൊ നല്ല ഫ്ലവർ ഷേപ്പിലുള്ള പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ അപ്പത്തിൽ ഹോൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ അരികുവശമൊക്കെ കണ്ടില്ലേ? അപ്പൊ നമുക്കിനി ഇത് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ അപ്പം റെഡിയാവും. ഇപ്പൊ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ചാൽ മതി. നമ്മൾ പൂവപ്പം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി പാലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ ഒരു 1.25 തവി മാവ് നമുക്ക് ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ വട്ടത്തിൽ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ നമ്മുടെ ശരിക്കുള്ള പാലപ്പം റെഡിയായി കിട്ടും.
ഒരുപാട് കട്ടി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് ഈ പരുവാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടണം. എന്നിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം വെച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ പൂ പോലുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാലപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ പാലപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക്